ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങളെ ഒരു 100-ലധികം നല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള ഏജൻസിയെ പരിചയപ്പെടുത്താനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ, ഇൻഫോർമേറ്റീവ് ആവുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അജിൻ, നിങ്ങളുടെ സ്വന്തമാരൻ. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ നിങ്ങളെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയെ പരിചയപ്പെടുത്തുന്നതിന് മുന്നേ കുറച്ച് നാൾ വരെ ഉണ്ടായിരുന്ന കുറച്ച് റിക്രൂട്ട്മെൻറ്റ് ട്രെൻഡുകളെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും. പഴയ നമ്മുടെ നഴ്സുമാർക്കൊക്കെ അറിയാമായിരിക്കും. ഇപ്പോൾ പുതിയ നഴ്സിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസിനൊന്നും അത് അറിയത്തില്ലായിരിക്കും. പക്ഷേ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താൻ കൂടിയാണ് ഞാൻ ഇത് പറയുന്നത്. ഈ റിക്രൂട്ട്മെൻറ്റ് ട്രെൻഡ് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ തന്നെ കുറേ ഏജൻസി ഉണ്ടായിരുന്നു ആ ടൈം, ഒരു 3-4 വർഷത്തിന് മുന്നേ. അതായത് ഒരു 20 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഗവൺമെൻറ്റിൽ ഒരു ജോബ് കിട്ടും. ഈ 20 ലക്ഷം രൂപ നാട്ടിൽ നിന്ന് തന്നെ ലോൺ എടുത്ത് ഈ ഏജൻസിക്ക് കൊടുത്തിട്ട് ഈ ഏജൻസി നമുക്ക് ജോബ് റെഡിയാക്കി തരും. ഈ 20 ലക്ഷം രൂപ മുടക്കിപ്പോയി അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴുമുണ്ട്. അതുപോലെ തന്നെ ഈ 20 ലക്ഷം രൂപ മുടക്കിയിട്ട് ജോലി കിട്ടാണ്ട് ഈ സ്കാമിൽ പെട്ടുപോയ ആൾക്കാരും കുറേ ആൾക്കാരുണ്ട്. ആ ടൈമിൽ ഈ റിക്രൂട്ട്മെൻറ്റ് വളരെ ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു നേഴ്സ് ആയത് കാരണം എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ഇതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ മൈൻഡ് സെറ്റ് എന്തെന്ന് വെച്ചാൽ, നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു 20 ലക്ഷം രൂപ പണയം വെച്ചിട്ടോ എങ്ങനെയെങ്കിലും ഒരു 20 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയിട്ട് അവിടെ ലോൺ എടുത്ത്, അതായത് പലിശരഹിത ലോൺ അവിടെ കിട്ടും. ആ ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലെ ലോൺ ക്ലോസ് ചെയ്ത് നമുക്ക് പിന്നെ പയ്യെ പയ്യെ നമ്മുടെ സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാനിലാണ് എല്ലാവരും ഈ റിക്രൂട്ട്മെൻറ്റിൽ പോയി ചാടുന്നത്. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ റിക്രൂട്ട്മെൻറ്റ് പോയി രക്ഷപ്പെട്ട ആൾക്കാർ കുറേ പേരുണ്ട് കേട്ടോ. പോയി രക്ഷപ്പെടാണ്ട് ഒരുപാട് അനുഭവിച്ച് പൈസ പോയ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊരു ട്രെൻഡായിരുന്നു. അടുത്തൊരു ട്രെൻഡായിരുന്നു യൂറോപ്യൻ കൺട്രീസിലോട്ടുള്ള ട്രെൻഡ്. അതായത് നമ്മുടെ നോർമൽ റിക്രൂട്ട്മെൻറ്റ് വഴി ഫ്രീ റിക്രൂട്ട്മെൻറ്റ് വഴി പോയിട്ടുള്ള ഒരുപാട് നഴ്സുമാരുണ്ട്. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്ന ട്രെൻഡ്. അതായത് വേറൊരു കെയറർ വിസ എന്ന് പറഞ്ഞിട്ട്, അതും നല്ല ജെന്യൂൻ ആയിട്ടുള്ള ഏജൻസി ചെയ്യുന്നുണ്ട് കെയറർ വിസ. ഈ യൂറോപ്യൻ റിക്രൂട്ട്മെൻറ്റിൻ്റെ മറവിൽ തന്നെ കുറേ സ്കാം ഏജൻസികൾ കുറേ നഴ്സുമാരിൽ നിന്ന് പൈസ ഇങ്ങനെ വാങ്ങിയിട്ട് ജോബ് കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പറ്റിക്കപ്പെട്ട കുറേ നഴ്സുമാർ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ റിക്രൂട്ട്മെൻറ്റ് ട്രെൻഡിനെ കുറിച്ച് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ, പഴയ കുറേ നഴ്സുമാർക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാമായിരിക്കും. അതായത് ഇപ്പോൾ പുതിയ പഠിച്ച് ഇറങ്ങുന്ന നഴ്സുമാർക്ക് അപ്പോൾ ഇതിനെക്കുറിച്ചൊരു അവയർനെസ് കിട്ടണം. അപ്പോൾ അവർ ഈ സ്കാമിലൊന്നും പോയി വീഴാതിരിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു ഏജൻസിയെ നമ്മൾ തിരഞ്ഞെടുക്കുക, അപ്പോൾ അതെന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതുകൂടെ നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഏജൻസികൾക്കൊക്കെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ലൈസൻസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ തന്നെ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ അത് കാണണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ആഡ് ചെയ്തിരിക്കുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനകത്ത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു 500 ആയിരക്കണക്കിന് ട്രസ്റ്റഡ് ആയിട്ടുള്ള ലൈസൻസ്ഡ് ഏജൻസീസ് ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും ഏജൻസിയെക്കുറിച്ച്. ഈ ഏജൻസിയുടെ അഡ്രസ്സ്, ഇമെയിൽ, കോൺടാക്റ്റ് നമ്പർ, ലൈസൻസ് നമ്പർ എല്ലാം നിങ്ങൾക്ക് അറിയാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണുക. വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴും ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ചാനലായിരിക്കും. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ നോക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഏജൻസി ജെനുവിൻ ആണോ, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ലൈസൻസ് ഉണ്ടോ എന്ന് നോക്കാനായിട്ട് നമ്മുടെ മൊബൈലിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കുക. ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കിയിട്ട് അതിൽ നമ്മൾ RA ഏജൻറ്റ് എന്ന് സെർച്ച് ചെയ്യുക. നമ്മൾ RA ഏജൻറ്റ് ഇൻ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്യാം. RA ഏജൻറ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇതിനകത്ത് ഫസ്റ്റ് കാണുന്ന വെബ്, അതായത് ഡിസ്ട്രിക്ട് ആൻഡ് സ്റ്റേറ്റ് വൈസ് ലിസ്റ്റ് ഓഫ് ആക്റ്റീവ് RA റിക്രൂട്ടിംഗ് ഏജൻറ്റ്, ഇത് നമ്മൾ നോക്കുക. ഈ ലിങ്ക് നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു PDF ഡൗൺലോഡ് ആകും. ഈ PDF ഇങ്ങനെ ആവും കാണിക്കാം. ഇത് ഏജൻസിയുടെ നെയിമും ഡീറ്റെയിലും ആണുള്ളത്. ഇങ്ങനെ 200 സംതിങ് പേജസ് ഉണ്ട്. ഇത് മൊത്തം ഇന്ത്യയിലെ എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ, അതായത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഏജൻസീസ് ആണിത്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും.